അർദ്ധരാത്രി സമയം. ചുറ്റും നല്ല നിശബ്ദത. ഇരുട്ട് മൂടിക്കിടക്കുന്ന ആ വിജനമായ റൂട്ടിലൂടെ മങ്ങിക്കാണുന്ന നിലപ്രകാശത്തിൽ ക്ഷീണിച്ച ശരീരവുമായി ജാനു നടക്കുകയാണ്. അവൾ കണ്ണുകൾ തുടച്ച് ഒലിച്ചിറങ്ങുന്ന വിയർപ്പു മാറ്റി ഒട്ടും വയ്യാഞ്ഞിട്ടും തനിച്ചങ്ങനെ എങ്ങോട്ട് പോവുകയാണ്. അപ്പോഴാണ് കുറച്ചകലെയായി ഒരു കാറിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങുന്നത് ജാനുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് ഒരാൾ ആ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും കെട്ടുമാണം ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് വേഗം വണ്ടി ഓടിച്ചുപോയി. ആ പെൺകുട്ടിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരു വേശ്യയെ പോലെയാണ് തോന്നിച്ചത്. അവൾ ആ പണമെടുത്ത് തൻ്റെ ഹാൻഡ് ബാഗിൽ വെക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് ശ്രദ്ധിച്ചത്. അവൾ പണം ബാഗിൽ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ഭാവത്തോടെ ചിരിച്ചുകൊണ്ട് ജാനുവിൻ്റെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് ഒരു പെൺകുട്ടി റോഡിൽ തനിച്ചാണല്ലോ, അതും എന്തുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എന്താ നീ അങ്ങനെ നോക്കുന്നത്? തൻ്റെ മുടി ഒന്ന് ഒതുക്കി ഒന്ന് ശരിയാക്കിക്കൊണ്ട് ജാനു നേരിട്ട് തന്നെ മറുപടി പറഞ്ഞു. എനിക്കും കുറച്ച് പണം വേണം. ഓഹോ നില്ല്, ഞാൻ നിനക്ക് കുറച്ച് തരാം. അവൾ സഹായിക്കാൻ ആലോചിക്കുമ്പോഴേക്കും എനിക്ക് ആവശ്യമുള്ളത്ര പണം തരാൻ നിന്നെക്കൊണ്ട് കഴിയില്ല. ആ വാക്ക് കേട്ട് ആ പെൺകുട്ടി ചിരിച്ചു. എന്താ, എങ്കിൽ നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അവിടെ നിനക്ക് വേണ്ടത്ര പണം കിട്ടും. എന്നാൽ നടക്ക്, പോകാം എന്ന് ജാൻ ഒരു നിമിഷം പോലും കളയാതെ പറഞ്ഞപ്പോൾ അവൾക്ക് അത്ഭുതമായി. എങ്കിലും അവൾ ജാനുവിൻ്റെ കൈക്ക് പിടിച്ച് കൂടെ കൂടി. കുറച്ച് സമയത്തിനകം ആ പെൺകുട്ടി ജാനുവിനെ ഒരു ക്ലബിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ പെൺകുട്ടിയുടെ പിന്നാലെ ഉള്ളിലേക്ക് പോയ ജാനു അവിടെ കണ്ടത് ഒരുപാട് ആളുകൾ മദ്യപിക്കുന്നു. ചിലർ മദ്യപിച്ച ലഹരിയിൽ ബഹളം വെക്കുന്നു. വേറെ ചിലർ എന്തൊക്കെയോ ഇടപാടുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള ഓരോരുത്തരുടെയും കണ്ടാൽ വലിയ പണക്കാരാണെന്ന് തോന്നും. പക്ഷെ അതിനേക്കാളേറെ അവർ കാണാൻ ഭയങ്കര അപകടകാരികളായിട്ടാണ് തോന്നിയത്. ആ പെൺകുട്ടി അവിടെ ഇരുന്ന് പുകവലിക്കുകയും കൈകളിൽ വലിയ വലിയ സ്വർണ്ണമോതിരങ്ങൾ ധരിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ജോസഫ് എന്നയാളോട് സംസാരിക്കാൻ തിരക്കിലായിരുന്നു. അവരുടെ സംഭാഷണങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ജാനു തൻ്റെ കൈകൾ കൂട്ടിത്തിരുമ്പി പേടിയോടെ ചുറ്റും നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ജോസഫ് ദൂരെ നിന്ന് ജാനുവിനെ കണ്ടു. കണ്ടയുടനെ അവൻ്റെ ചുണ്ടുകളിൽ ഒരു വില്ലൻ ചിരി വിരിഞ്ഞു. അവൻ ഒട്ടും സമയം കളയാതെ അവളുടെ അടുത്തേക്ക് വന്നു. ഹേ ഗേൾ, പണത്തിന് വേണ്ടി നീ എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളെ ഒരുമാതിരി നോട്ടം വിട്ടു. അവൾ പുരുകം ചുളിച്ചുകൊണ്ട് സംശയത്തോടെ നോക്കി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ കയ്യിൽ ശരിക്കും അത്രയും പണമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം പറ. അവളുടെ മറുപടി കേട്ട് അവൻ വീണ്ടും ചിരിച്ചു. ശരി, നിനക്ക് എത്ര പണം വേണം എന്നവൻ ചോദിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ അവൾ ഇടക്ക് വെച്ച് കയറി പറഞ്ഞു. എനിക്ക് 50 ലക്ഷം വേണം. ഒരു പ്രേതത്തെ കണ്ടതുപോലെ എല്ലാവരും ഞെട്ടി അവളെ തന്നെ നോക്കി. ആ പെൺകുട്ടി ഉടനെ ജാനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹേയ്, എന്താ നീ ഇത്രയും വലിയ തുക ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. അവന് ഇപ്പോഴും അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്താ, 50 ലക്ഷമോ എന്നവൻ ഞെട്ടലോടെ ചോദിച്ചു. ഒരു തരത്തിൽ നോക്കിയാൽ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഞാൻ ചോദിച്ചത്രയും നീ തരുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ ചോദിച്ചത്രയും തരാൻ നിന്റെ കയ്യിൽ ഇല്ലെന്ന് തോന്നുന്നു. ഇനി ഞാൻ നിൽക്കുന്നില്ല, പോവുകയാണ്. അവൾക്ക് സമയം ഇല്ലാതിരുന്നതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അത്ഭുതത്തോടെയാണ് അത് നോക്കി നിന്നത്. കാരണം ഇതുവരെ അവിടെയുള്ള ആരും തന്നെ അവനോട് ഒരു വാക്ക് പോലും എതിർത്ത് സംസാരിച്ചിരുന്നില്ല. അത്രക്കും അപകടകാരികളായ ആളായിരുന്നു അവൻ. അവൾ തിരിഞ്ഞു നടന്നതും അവൻ പെട്ടെന്ന് ദേഷ്യത്തോടെ കൈ ചുരുട്ടിപ്പിടിച്ച് പിറകിൽ നിന്ന് വിളിച്ചു. നിൽക്ക്, നീ ചോദിച്ചത്രയും പണം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലെന്ന് ശരിയായിരിക്കാം. പക്ഷെ നീ ചോദിച്ച തുക ഒരൊറ്റ പേയ്മെൻറ്റായി തരാൻ എൻ്റെ ബോസിന് വളരെ എളുപ്പം കഴിയും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഞാൻ പറയുന്ന ഒരാളോടൊപ്പം നീ ഒരു രാത്രി കഴിച്ചു കൂട്ടണം. അത്രയും വലിയൊരു തുകയെ മുൻനിർത്തി അവൻ വളരെ അഹങ്കാരത്തോടെയാണ് ആ ഡീൽ മുന്നോട്ട് വെച്ചത്. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് അവൾ ഇതിന് എന്തായാലും സമ്മതിക്കില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. പണത്തിന് വേണ്ടി ആളുകൾ ഏതറ്റം വരെ പോകുമെന്നും എന്നാൽ ചില കാര്യങ്ങൾ എത്ര പണം കിട്ടിയാലും ചെയ്യില്ലെന്നും അവൻ ചിന്തിച്ചതുപോലെ തന്നെ അവളുടെ മുഖത്ത് പെട്ടെന്ന് ഞെട്ടലും ഭയം നീലിച്ചു. അവളുടെ കണ്ണുകൾ താനെ തള്ളിപ്പോയി. ഭയം കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നുപോയി. വെറും ഒരൊറ്റ രാത്രിയല്ലേ എന്ന് കരുതിയാൽ മതി. ഒറ്റ പേയ്മെൻറ്റിൽ ആ തുക മുഴുവൻ നിന്റെ കൈകളിൽ വരും. ആലോചിച്ചു നോക്ക്. അവളിൽ പരിഭ്രമം കൂടി വന്നു. പക്ഷെ അവളൊന്നും മറുപടി പറഞ്ഞില്ല. അതോടെ അയാളുടെ വക്രച്ചിരി ഒന്നുകൂടി. താൻ ജയിച്ചു എന്ന ഭാവത്തിലായിരുന്നു അയാൾ. നീ ചോദിച്ച അത്രയും തരാൻ ഞങ്ങൾക്ക് റെഡിയാണ്. പക്ഷെ ഇത് നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. നീ ഇനി പോയിക്കോ. അയാൾ അവളെ അഭിമാനിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചിരിച്ചു. എന്നാൽ അവൾ പറഞ്ഞൊരൊറ്റ വാക്കിൽ അയാൾ പെട്ടെന്ന് നിശബ്ദനായിപ്പോയി.
അവളുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ റെഡി. ഇത് കേട്ട് അടുത്തുകൂടി നിന്ന ആ പെൺകുട്ടി ആകെ ഞെട്ടിപ്പോയി. അവൾ അവളുടെ കൈകൾ പിടിച്ചു വലിച്ചു കാതിൽ പതുക്കെ പറഞ്ഞു, ഹേയ്, വേണ്ടെന്ന് പറ. ഇവരെക്കുറിച്ച് നിനക്ക് കൃത്യമായി അറിയില്ല. അയാൾ നിന്നെ അപകടകാരിയായ ഏതെങ്കിലും മാഫിയ ഡോണിന് ഒരൊറ്റ രാത്രിയിലേക്ക് വിൽക്കുകയാണെങ്കിൽ അയാൾ നിന്നെ ക്രൂരമായി ഉപയോഗിക്കും. നീ എത്ര കരഞ്ഞു നിലവിളിച്ചാലും അവർ നിന്നെ വിടില്ല. നിന്റെ ജീവന് പോലും അവിടെ ഒരു ഉറപ്പും ഉണ്ടാകില്ല. ജാനു വിളറി വെളുത്ത കണ്ണുകളോട് അവളെ നോക്കി പറഞ്ഞു, ഞാൻ വല്ലാത്ത തളർന്നു പോയി. എനിക്കിപ്പോൾ പണം മാത്രമാണ് പ്രധാനം. അവർ എന്നോട് എന്ത് ചെയ്താലും ഞാൻ സഹിച്ചോളാം. എനിക്ക് ഇതല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. ജാനുവിന് എന്തിനാണ് ഇത്രയധികം പണത്തിൻ്റെ ആവശ്യമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. എങ്കിലും പണത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ പണയം വെക്കാൻ പോലും അവൾ മടിക്കുന്നുണ്ടായില്ല. എന്നറിയിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ നെഞ്ച് തകർന്നുപോയി. എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ജാനുവിനെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ കയ്യിൽ പിടിക്കാനാണ്. പക്ഷെ അവൾ വളരെ ഗൗരവമുള്ളൊരു തട്ടിലോടെ അയാളെ തടഞ്ഞു. എന്നെ തുടരുത്, ഞാൻ നിന്റെ പിന്നാലെ വന്നോളാം. അയാൾ തൻ്റെ കണ്ണുകൾ ചെറുതാക്കിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി. അപരിചിതനായ ഒരു പുരുഷൻ്റെ കൈ പോലും തൻ്റെ മേൽ പതിയുന്നത് ഇഷ്ടപ്പെടാത്ത ഈ പെൺകുട്ടി കുറച്ചു കഴിഞ്ഞ് താൻ പണം കടക്കാനുള്ള ആളോട് എങ്ങനെയായിരിക്കും ഇടപഴകുക എന്ന് അയാൾ അത്ഭുതത്തോടെ ഓർത്തു. എങ്കിലും പണത്തോടുള്ള ആർത്തി കൊണ്ട് അവൾ എന്തും ചെയ്യും എന്ന് കരുതി അയാൾ തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അവൾ അവൻ്റെ പിന്നാലെ നടന്നു. ജോസഫ് ആദ്യം അവളെ തൻ്റെ സ്റ്റാഫിൻ്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവർ അവളുടെ രൂപം സാധാരണ മട്ടിൽ നിന്ന് മാറ്റി നല്ല ഗ്ലാമറസ് ആക്കി എടുത്തു. ശരീരം നന്നായി കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഷോർട്ട് ഡ്രസ്സും ധരിപ്പിച്ചു. മുഖത്ത് മേക്കപ്പും ചെയ്തു. ഉള്ളിൽ പേടിയും അസ്വസ്ഥതയും തോന്നുന്നുണ്ടായിരുന്നെങ്കിലും അവരുടെ മുന്നിൽ അതൊന്നും കാണിക്കാതെ വളരെ സാധാരണയായി പെരുമാറാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ തൻ്റെ കാറിൽ കയറ്റി എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടുപോയി. അവസാനം ഒരു വലിയ മാളികയ്ക്ക് മുന്നിൽ കാർ നിർത്തി. അവിടെ കാവൽ നിൽക്കുന്ന പലരുടെയും കൈകളിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ തോക്കുകൾ കണ്ടപ്പോൾ അവൾക്ക് നല്ലവണ്ണം പരിഭ്രമം തോന്നി. ജോസഫ് അവളെ ആ മാളികയുടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയുള്ള ഫർണിച്ചറുകളും വില കൂടിയ സാധനങ്ങളും ഉയർന്ന മതിലുകളും വേലക്കാരെയുമൊക്കെ കണ്ടപ്പോൾ അവൻ്റെ അടുത്ത് എത്രമാത്രം പണം ഉണ്ടാകുമെന്ന് അവൾക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ ഒരു മുറിയുടെ വാതിലിന് മുന്നിൽ നിന്നു. അവളിൽ പതിയെ പതിയെ നിറയുന്ന പരിഭ്രമവും പേടിയും മനസ്സിലാക്കിയ ജോസഫ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ മുഖം കണ്ടാലേ അറിയാം. നീ ഇപ്പോൾ തന്നെ കാര്യം നയിച്ചു കാണുമല്ലോ. അതെ, ഞാൻ നിന്നെ ഒരു മാഫിയ ഡോണിൻ്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്ക് ആവശ്യമുള്ളത്ര പണം തരാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി ഞങ്ങളുടെ ബോസ് മാത്രമാണ്. അകത്തേക്ക് പോയിക്കോ. പക്ഷേ അദ്ദേഹത്തിന് ഒട്ടും ദേഷ്യം വരാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് പെരുമാറണം. ഇല്ലെങ്കിൽ നിന്നെ എന്തും ചെയ്യാനും അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും വേണ്ടിവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തുനിന്ന് വാതിൽ തുറന്നു കൊടുത്തു. ജാനു അകത്തേക്ക് കയറാൻ ആകെ മടിച്ചു നിന്നു. കയറൂ എന്നാൽ വീണ്ടും പറഞ്ഞതും അവൾ മുറിയിലേക്ക് കാൽവെച്ച് ഉടനെ തന്നെ പുറത്തുനിന്ന് വാതിലടഞ്ഞു. ആ മുറിയിലാകെ നല്ല സുഗന്ധം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. AC-യുടെ തണുപ്പും ആർട്ടിഫിഷ്യൽ പൂക്കളും കാരണം ആ മുറി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ജാനു ചുറ്റും നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ഒടുവിൽ അവളുടെ കണ്ണുകൾ ചെന്നത് അവിടെയുള്ള ഗ്ലാസ് വിൻഡോക്കടുത്താണ്. അവിടെ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന 6 അടി ഉയരമുള്ള വെളുത്ത നിറമുള്ള ഒരു വ്യക്തി. അയാൾ സംസാരിച്ചു കൊണ്ട് തന്നെ തൻ്റെ മൂർച്ചേറിയ കണ്ണുകളോടെ ജാനുവിനെ നോക്കി. ഏതൊരു പെൺകുട്ടിയും അവൻ്റെ സൗന്ദര്യത്തിൽ വീണു പോകുമായിരുന്നു. പക്ഷേ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും അവൾ എന്തുകൊണ്ടാണ് ഒരു ചലനവുമില്ലാതെ അങ്ങനെ സ്തംഭിച്ചു നിന്ന് പോയതെന്ന് അവനൊരു നിമിഷം മനസ്സിലായില്ല. അവൻ്റെ കഴുത്തിൽ ഒരു വെള്ളിമാലയുണ്ടായിരുന്നു. അതിൻ്റെ ലോക്കറ്റിൽ വിരാജ് എന്ന സ്റ്റൈലിഷായി എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് അവൻ്റെ പേര് വിരാജ് ആയിരിക്കാമെന്ന് അവൾക്ക് മനസ്സിലായത്. അവൻ്റെ നോട്ടം അവളുടെ മേൽ പതിഞ്ഞതും അവൻ തെറിച്ചുപോയി. അവളെ കണ്ടയുടനെ അവൻ ഫോൺ കട്ട് ചെയ്ത് കട്ടിലേക്ക് എറിഞ്ഞു. തൻ്റെ നോട്ടം അവളിൽ നിന്ന് ഒട്ടും മാറാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൻ നടന്നു ചെന്ന് കട്ടിലിൻ്റെ അരികിലിരുന്നു. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഈ രാത്രി തന്നെ സ്വന്തമാകാൻ പോവുകയാണല്ലോ എന്നോർത്ത് അവൻ അത്ഭുതപ്പെട്ടു. എന്താ അങ്ങനെ നോക്കി നിൽക്കുന്നത്? വന്ന് കട്ടിലിൽ കിടക്കൂ. കട്ടിലിൽ കിടക്കാൻ വിരാജ് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൻ മറ്റൊന്നും സംസാരിക്കാതെ നേരിട്ട് കട്ടിലിൽ കിടക്കാൻ പറഞ്ഞതും അവളുടെ നെഞ്ചിലെ പരിഭ്രമം പൊട്ടും കുറയാതെ കൂടി വന്നു. അവൾ മനസ്സിൽ വിചാരിച്ചു, ജാനു, സ്വയം നിയന്ത്രിക്കൂ. ഈ ഒരു രാത്രി മാത്രം ക്ഷമിക്കൂ. അങ്ങനെ അവൾ സ്വയം പറഞ്ഞ് സമാധാനിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു വിരാജ് അവളുടെ മേലേക്ക് അടുത്തപ്പോൾ അവനത്രയത്ത് കണ്ട് അവൾക്ക് പേടി തോന്നി. അവൻ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി അയച്ചു മാറ്റി ദൂരേക്കെറിഞ്ഞു. അവൾ വേഗം കണ്ണുകൾ ഇറുക്കിയടച്ച് പുതപ്പ് ഒന്നുകൂടി മുറുക്കി പിടിച്ചു. അവൻ്റെ മൃദുവായ ചുണ്ടുകൾ അവളുടെ കഴുത്തിന് വന്നതകളിൽ തലോടിയപ്പോൾ അവളുടെ ശരീരം മുഴുവൻ കോരിത്തെരിച്ചു പോയി. അവൻ്റെ കൈകൾ അവളുടെ വസ്ത്രങ്ങൾ താഴേക്ക് മാറ്റാൻ തുടങ്ങിയതും
അടച്ചു പിടിച്ച് അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ പൊയ്യാൻ തുടങ്ങിയിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണ് അവൻ്റെ കവളിൽ തൊട്ടത് വിരാജ് സംശയത്തോടെ പെട്ടെന്ന് തന്നെ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിർത്തി. അവളുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചവന് അവൾക്ക് ഇതിൽ ഒട്ടും താല്പര്യമില്ല എന്ന് മനസ്സിലായി. ഉടനെ തന്നെ അവൻ അവളുടെ മുകളിൽ നിന്നും എഴുന്നേറ്റ് മാറി അരികിൽ പോയിരുന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തെ ഒന്ന് ആകവീക്ഷിച്ചു. അവളാണെങ്കിൽ കണ്ണുകൾ പൂർണ്ണമായി അടച്ച് ശരീരം വലിഞ്ഞു മുറുകി അവിടെ തന്നെ കിടക്കുകയായിരുന്നു. എന്നാൽ അവൻ്റെ സ്പർശനം മേലിൽ അറിയാതെയായപ്പോൾ അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു നോക്കി. അവൻ അല്പം മാറി ദൂരെ ഇരിക്കുന്നത് അവൾ കണ്ടു. അവൾ ഒട്ടും മനസ്സിലാക്കാതെ പരിഭ്രമത്തോടെ എഴുന്നേറ്റിരുന്നു. അപ്പോഴാണ് അവൻ ഗൗരവമുള്ളൊരു ശരവേഗത്തിലുള്ള ശബ്ദത്തിൽ പറഞ്ഞത്, എന്നെ അങ്ങനെ കരുതണ്ട. മറുപുറത്തുള്ള പെൺകുട്ടിയുടെ താല്പര്യമില്ലാതെ നിർബന്ധിച്ച് സ്വന്തമാക്കുന്ന കൂട്ടത്തിൽ ഉള്ളവനല്ല ഞാൻ. അത് കേട്ട് അവളും അല്പം പതർച്ചയോടെ മറുപടി പറഞ്ഞു, എന്നെയും അങ്ങനെ നോക്കരുത്. ഞാൻ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയല്ല. ആദ്യമായി അവളുടെ നിഷ്കളങ്കമായ ശബ്ദം കേട്ട് അത്ഭുതത്തോടെ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞാൻ വന്നത്. അവൾ ഒരു മതി വിചിത്രമായി നോക്കിക്കൊണ്ട്, നീ എന്തൊക്കെയാ പറയുന്നു? നീ എൻ്റെ ആളെ അപമാനിച്ചു. പണത്തോടുള്ള ആർത്തി കാരണം നിന്റെ അഹങ്കാരം ഞാൻ അടിച്ചമർത്തും. പണത്തോടുള്ള മോഹം മൂത്ത് നിന്നെ തന്നെ വിൽക്കാൻ തുനിഞ്ഞുകൊണ്ടല്ലേ നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്? അവൾ സങ്കടം നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. ഇത് എൻ്റെ ആവശ്യമാണ്, അല്ലാതെ ആർത്തിയല്ല. അവൻ ആകെ ആശയക്കുഴപ്പത്തിലായി. യഥാർത്ഥത്തിൽ ആരാണ് നീ? എൻ്റെ പേര് ജാനു. ഒരു അനാഥാലയം നടത്തുന്ന സ്വതന്ത്രയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ. എനിക്കിതുവരെ ആരോടും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എനിക്കറിയാവുന്ന ഒരേയൊരു ലോകം ആ അനാഥാലയം മാത്രമാണ്. അവിടുത്തെ കുട്ടികളാണ് എൻ്റെ ജീവൻ. അവരുടെ ചിരി മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ള ഒരേയൊരു ബന്ധം. എന്നാൽ സന്തോഷം നിറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം കടന്നു വന്നു. ആ ഒരൊറ്റ സംഭവം ആ കുട്ടികളുടെ മാത്രമല്ല, എൻ്റെയും ജീവിതം പൂർണ്ണമായി മാറ്റിമറിച്ചു. അവനായിരുന്നു ഡേവിഡ്, ഒരു അധോലോക ഗുണ്ട. അവൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അനാഥാലയവും അതിനോട് ചുറ്റുമുള്ള സ്ഥലവും വിലക്ക് വാങ്ങാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ ഞാനതിനൊട്ടും സമ്മതിച്ചില്ല. എന്നെ പണം തന്ന് ചോദിക്കാൻ പോലും അവൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ ഓഫർ നിരസിച്ചു. അങ്ങനെ ഇരിക്കൊരു ദിവസം ഞാൻ ഒരാവശ്യത്തിനായി പുറത്തു പോയി. തിരികെ വന്നപ്പോൾ അവിടെ ഒരു കുട്ടി പോലും ഉണ്ടായിരുന്നില്ല. അനാഥാലയം മുഴുവൻ തകിടം മറിഞ്ഞു കിടക്കുകയായിരുന്നു. ആകെ പരിഭ്രാന്തിലായ ഞാൻ ഭ്രാന്തി പിടിച്ചതുപോലെ കരഞ്ഞും നിലവിളിച്ചും ചുറ്റും തിരഞ്ഞു. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സഹിക്കട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത്. ഞാൻ ഫോൺ എടുത്തു. ഹലോ എന്ന് പറഞ്ഞതേയുള്ളൂ. മറുതലക്കൽ ഉള്ളയാൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഉറക്കെ ചിരിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലെ ഭയം വീണ്ടും കൂട്ടി. ഞാൻ ആകെ വിറച്ചുകൊണ്ട്, ആരാ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ ആ സത്യം പറഞ്ഞത്. ഞാൻ തന്നെയാണ് ഡേവിഡ് എന്ന്. സോറി, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം. പക്ഷേ മറ്റേ കാര്യം പറയാനാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത്. നീ ഇപ്പോൾ കുട്ടികളെ തിരഞ്ഞു നടക്കുകയാണല്ലേ? അവൻ വളരെ പരിഹാസത്തോടെ എന്നോട് ചോദിച്ചു. എന്നെ കൂടുതൽ ഭയപ്പെടുത്താനായി അവൻ വീണ്ടും പറഞ്ഞു, കുട്ടികൾ എവിടെയാണ്? എന്തിനാണ് അവരെ തട്ടിക്കൊണ്ടുപോയത്? ഞാൻ വല്ലാത്ത പേടിച്ച് അവനോട് ചോദിച്ചു. പക്ഷെ അവൻ അടുത്തതായി പറഞ്ഞ വാക്ക് കേട്ട് എൻ്റെ നെഞ്ചു തകർന്നു പോയി. നീ എന്തിനാ ഇങ്ങനെ വെറുതെ വിഷമിക്കുന്നത്? ഞാൻ അവരെ എപ്പോഴേ തീർത്തു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ സൈക്കോ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. പ്ലീസ്, അവരെ ഒന്നും ചെയ്യരുതേ, അവർ പാവങ്ങളാണ്. ഞാൻ കരഞ്ഞുകൊണ്ട് അവനോട് അപേക്ഷിച്ചു. എന്താ, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ അവരെ എന്നോ കൊന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ വീണ്ടും ഭയപ്പെടുത്തി. നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. വേണമെങ്കിൽ എൻ്റെ അനാഥാലയം വരെ നിനക്ക് തരാം. ദയവ് ചെയ്ത കുട്ടികളെ വിട്ടയക്കും, ഞാൻ അവനോട് കെഞ്ചി പറഞ്ഞു. പക്ഷെ അവൻ പെട്ടെന്ന് ഭാവം മാറ്റി മറ്റൊരു രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് നിൻ്റെ അനാഥാലയമൊന്നും വേണ്ട. നീ വേഗിയത് കാരണം എൻ്റെ ക്ലയൻസിനും ഇപ്പോൾ താല്പര്യമില്ല. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പണം എനിക്കിപ്പോൾ വേണം. അത് നീ തന്നെ എനിക്ക് തന്നേ പറ്റും. പേടിക്കേണ്ട, ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ലല്ലോ. വെറും 50 ലക്ഷം രൂപ മാത്രം തന്നാൽ മതി എന്നവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ എൻ്റെ നെഞ്ചിടിച്ചു പോയി. ഞാൻ നിങ്ങൾക്ക് അത്രയും വലിയൊരു തുക എങ്ങനെ തരാനാണ്? ദയവായി കുറച്ച് ദയ കാണിക്കും എന്ന് ഞാൻ കെഞ്ചി പറഞ്ഞു. പക്ഷെ അവൻ അത് കേട്ടതേയില്ല. നീ എങ്ങനെ കൊണ്ടുവരുമെന്ന് എനിക്കറിയണ്ട. പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ ആ പണം കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെക്കണം. ഇല്ലെങ്കിൽ ഒരു മടിയും കൂടാതെ ഞാൻ അവരെ കൊന്നുകളയും. അതുവരെ അവർ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നവൻ ഭീഷണിപ്പെടുത്തി. ദയവായി അവരെ വിട്ടയക്കും, ഞാൻ എങ്ങനെയും പണം ഏർപ്പാടാക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടും അവൻ വിശ്വസിച്ചില്ല. ഒരു വിഡ്ഢിയെ വിശ്വസിച്ച് 50 ലക്ഷം രൂപ നഷ്ടപ്പെടുത്താൻ മാത്രം ഭ്രാന്തനല്ല ഞാൻ. പണം തന്നതിന് ശേഷം കാണാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ പോലീസിൻ്റെ സഹായം തേടി. പക്ഷേ ഡേവിഡ് ആയത് കാരണം അവർ എന്നെ സഹായിച്ചില്ല. പണത്തിന് വേണ്ടി ഞാൻ ഒരുപാട് പേരെ കണ്ടു, പല രീതിയിൽ ശ്രമിച്ചു. പക്ഷേ നിരാശ മാത്രമായിരുന്നു ഫലം.
അവൾ തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അയാളെ ദയനീയമായി നോക്കി. ഞാനിപ്പോൾ തിരഞ്ഞെടുത്ത വഴി ചിലപ്പോൾ തീർത്തും തെറ്റായിരിക്കാം. പക്ഷെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എനിക്ക് പണം അത്യാവശ്യമാണ്. അല്ലാതെ ഇത് എൻ്റെ ദുരാഗ്രഹമല്ല. അവൾ ഇത് പറയുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണീർ ഒളിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. വിരാജ് കുറച്ച് നിമിഷത്തേക്ക് യഥാർത്ഥ ലോകം തന്നെ മറന്നുപോയി. ഇപ്പോഴത്തെ തലമുറയിൽ നിന്നെപ്പോലൊരു പെൺകുട്ടിയെ കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം ശരിക്കും സത്യം തന്നെയാണോ? അവൾ തൻ്റെ നനഞ്ഞ കവിളുകൾ തുടച്ചുകൊണ്ട് അയാൾ ആശയക്കുഴപ്പത്തോടെ നോക്കി. ഇത് സത്യമാണെങ്കിൽ ഞാൻ നിനക്ക് 50 ലക്ഷമല്ല 1 കോടി രൂപ തരാൻ തയ്യാറാണ്. പക്ഷെ നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ അതിനുശേഷം ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ദാരുണമായിരിക്കും. അയാൾ മുൻകൂട്ടി തന്നെ അവളെ മുന്നറിയിപ്പ് നൽകി. എനിക്ക് 50 ലക്ഷം മാത്രം മതി. അതിൽ കൂടുതൽ 1 രൂപ പോലും വേണ്ട. ഞാൻ അത്രയ്ക്ക് സ്വാർത്ഥയൊന്നുമല്ല. ഒട്ടും ആലോചിച്ച് നിൽക്കാതെ അവൾ മറുപടി പറഞ്ഞു. അയാൾക്ക് വലിയ ബഹുമാനം തോന്നി. ശരി, നിനക്ക് ആവശ്യമുള്ളത്ര തുക മാത്രം ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നീ ഡീറ്റെയിൽസ് തന്നിട്ട് പോയിക്കോളും, അയാൾ പറഞ്ഞു. അവൾക്കത് അത്ഭുതമായി. എന്താ ഇത്? നമ്മൾ തമ്മിൽ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ശരിക്കും എനിക്ക് 50 ലക്ഷം രൂപ തരുമോ? അയാൾ ശാന്തനായി തലയാട്ടി സമ്മതിച്ചു. വളരെ നന്ദി സാർ, അവർ ഒരുപാട് വികാരനായി പറഞ്ഞു. എൻ്റെ പേര് വിരാജ് എന്നാണ്. അതുകൊണ്ട് പേരെടുത്ത് വിളിച്ചോളൂ. ഈ സാർ പോലുള്ള ബഹുമാന വാക്കൊന്നും വേണ്ട, അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ പറഞ്ഞു. 2 ദിവസത്തിന് ശേഷം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട സന്തോഷത്തോടെ ജാൻ വിരാജിനെ കാണാൻ ചെന്നു. പക്ഷേ അവൾ അതിനോടകം തന്നെ വിദേശത്തേക്ക് പോയി കഴിഞ്ഞു എന്നറിഞ്ഞ് അവൾ ആകെ സങ്കടപ്പെട്ടു. അവൾ വല്ലാതെ വിഷമിച്ച് തന്നെ തിരിച്ചുപോയി. ഒരാഴ്ചയ്ക്ക് ശേഷം ആശ്രമത്തിന് പുറത്ത് കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ നോക്കിക്കൊണ്ട് ജാൻ ചെടികൾക്ക് നനയ്ക്കുകയാണ്. കൂടെ അവൾ സ്വയം ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. കുറഞ്ഞ പക്ഷം വിരാജിൻ്റെ ഫോൺ നമ്പറെങ്കിലും വാങ്ങി വെക്കാമായിരുന്നു. ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഞാനൊരു പയ്യനെ കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നത്. അങ്ങനെ കുട്ടികളെ നോക്കി നിൽക്കുമ്പോഴാണ് ആ വഴി ഡേവിഡ് വരുന്നത്. ദൂരെ നിന്ന് അയാളെ കണ്ടയുടനെ പേടി കാരണം അവളുടെ കയ്യിലിരുന്ന വാട്ടർ പൈപ്പ് താഴെപ്പോയി. അവൾ പെട്ടെന്ന് തന്നെ കുട്ടികളോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. അവരും വേഗം തന്നെ അകത്തേക്ക് പോയി. ഐ ആം സോറി ജാനു, നിങ്ങൾ മാഫിയ ഡോൺ വിരാജിൻ്റെ ആളാണെന്ന് അറിയാതെയാണ് ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതും ആ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തതും. ദയവ് ചെയ്ത് എന്നോട്, ഞാൻ അവരെ വെറുതെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, കിഡ്നാപ്പ് ചെയ്യുക കൂടി ചെയ്തു. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം മാഡം. അയാൾ അത് പറയുമ്പോൾ മുടന്തിക്കൊണ്ടാണ് അവളുടെ അടുത്തേക്ക് വന്നിരുന്നത്. അയാളുടെ താടിയിൽ വീർത്തിട്ടുണ്ടായിരുന്നു. ഒരു കയ്യിൽ ബാൻഡേജ് ചുറ്റിയിട്ടുമുണ്ട്, മറുകൈയിൽ ഒരു ബാഗുണ്ടായിരുന്നു. അവൾ സംശയത്തോടെയും ഭയത്തോടെയും അയാളെ നോക്കി. നിങ്ങൾ തന്നെ ആ 1 രൂപ അടക്കം എല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരികയാണ്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കും. അയാൾ താൻ വാങ്ങിയ പണമെല്ലാം അവൾക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. അയാൾ എന്താ ഇങ്ങനെ മുടന്തി നടക്കുന്നത്? അയാളുടെ കയ്യിൽ എന്താ ബാൻഡേജ് ഇട്ടിരിക്കുന്നത്? കണ്ടിട്ട് ആരെങ്കിലും നല്ലതുപോലെ തല്ലിയ ലക്ഷണമുണ്ടല്ലോ. അവളുടെ മുഖം പെട്ടെന്ന് സന്തോഷം കൊണ്ട് തിളങ്ങി. വിരാജ് അവനെ തല്ലി താക്കീത് ചെയ്തതായിരിക്കുമോ എന്നാണോ? ഉറപ്പായും അവൻ തന്നെയായിരിക്കും തല്ലിയത്. എൻ്റെ കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ട് വിരാജ് മടങ്ങി വന്നു. അങ്ങനെയെങ്കിൽ അവൻ ഉള്ളിൽ ഒരുപാട് സന്തോഷിച്ചു. ആ ബാഗ് വാങ്ങി എങ്ങനെയെങ്കിലും ആ പണമെല്ലാം അവന് തന്നെ തിരികെ കൊടുക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. വളരെ സന്തോഷത്തോടെ അവൾ അവൻ്റെ മാളികയിലേക്ക് ചെന്നു. ഇല്ല മാഡം, ബോസ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ ഒരാൾ അവളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത നിരാശ തോന്നി. വിരാജ് ഇതുവരെ മടങ്ങി വന്നിട്ടില്ലേ? ഒരു പക്ഷെ അവൻ പോകുന്നതിന് മുമ്പ് ഡേവിഡിന് മുന്നറിയിപ്പ് നൽകാൻ പോയതാകാം എന്നവൾ ചിന്തിച്ചു. എനിക്ക് നിങ്ങളുടെ ബോസിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? അവൾ തികച്ചും മടിയോടെ ചോദിച്ചു. ക്ഷമിക്കണം മാഡം, കമ്പനി നിയമപ്രകാരം ബോസിൻ്റെ നമ്പർ ഞങ്ങൾക്കാർക്കും കൈമാറാൻ കഴിയില്ല, ഗാർഡ് മറുപടി നൽകി. അവൾ ശരി നാട്ടിൽ തലയാട്ടി. കടുത്ത നിരാശയോടെ ആ മാളികയിൽ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ പെട്ടെന്നാണ് വലിയൊരു ശബ്ദത്തോടെ ആ ഇരുമ്പ് ഗേറ്റുകൾ തുറക്കപ്പെട്ടത്. തുടർച്ചയായി 5 കാറുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അവൾ കണ്ടു. അതോടെ അവിടെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. താൻ ആഗ്രഹിച്ചതെന്തോ നടക്കാൻ പോകുന്നു എന്ന് തോന്നുന്നു. അവൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിനടുത്തേക്ക് പതുക്കെ ചുവടുകൾ വെച്ച് നടന്നു. അതേ നിമിഷം തന്നെ അല്പം ദൂരെയായി കാറിൽ നിന്നിറങ്ങിയ വിരാജ് അവളെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. എന്നാൽ അവളുടെ മുഖമാകട്ടെ അവനെ കണ്ട സന്തോഷത്താൽ അപ്പോഴേക്കും പ്രകാശിച്ചിരുന്നു. ജാനു, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവൻ അവളോട് ചോദിച്ചു. അവൻ സംസാരിച്ചതും അവളിൽ സന്തോഷം അലയടിച്ചു. കണ്ണുകൾ തിരിച്ചറിയാനാത്തൊരു തിളക്കത്തോടെ അവൾ പരമാവധി വേഗത്തെ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി അവൻ്റെ അരികിലെത്തിയതും അവരുടെ ദൂരെ അവൾ പെട്ടെന്ന് തനിഷോടെ നിന്നുപോയി. നീ ഇങ്ങോട്ട് വന്നുവെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവൻ വീണ്ടും സ്വയം പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? അവൾ ചോദിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു.
അതായത് നീ എനിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പോഴാണ് അവളുടെ കയ്യിലിരുന്ന ബാഗ് അവൻ ശ്രദ്ധിച്ചത്. അവൻ പെട്ടെന്ന് നിർത്തിയിട്ട് ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു, ആ ബാഗ് എന്താ? നീ എനിക്ക് തന്ന പൈസയാണ് വിരാജ്, അത് തിരിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാ. അത് കേട്ടതും അവൻ്റെ മുഖം പെട്ടെന്ന് വിളറി വിളർത്തു. അവൻ അതീവ നിരാശയോടെ അവളോട് ചോദിച്ചു, അപ്പോൾ നീ ഇങ്ങോട്ട് വന്നത് പണം തരാനാണ്? അവൾ അതേന്ന രീതിയിൽ തലയാട്ടി. പക്ഷെ നീ ഇവിടെ ഉണ്ടാകാറില്ലല്ലോ, എപ്പോഴും ഇങ്ങനെ വന്ന് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയാണ് പിന്നെ ഇങ്ങോട്ട് വരാതിരുന്നത്. ഈ പണം തരാം എന്ന് വ്യാജനെങ്കിലും നിന്നെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ വന്നത്. അത് കേട്ടതും അവൻ്റെ മുഖം പെട്ടെന്ന് ആശ്ചര്യപ്പെട്ടു. ശരിക്കും? പക്ഷെ എന്തിനാ? ചുമ്മാ ഒന്ന് കാണണം എന്ന് തോന്നി കാണാൻ വന്നത്, അത്രയേ ഉള്ളൂ. നമുക്ക് പിന്നെ കാണാം. അതും പറഞ്ഞവൾ തൻ്റെ ബാഗ് അവിടെ തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും അവൻ അവളുടെ മനസ്സിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. എന്തായാലും ഒരു മാഫിയ ഡോണല്ലേ, പോകുന്നതിന് മുമ്പ് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും നിനക്ക് കഴിയില്ലേ? അതോ നീ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ നിന്റെ മനസ്സിൽ എന്താണെന്ന് ഒറ്റ നോട്ടം കൊണ്ട് ഞാൻ കണ്ടുപിടിക്കുമെന്ന് പേടിയുണ്ടോ? ജാൻ ആശയക്കുഴപ്പത്തോടെ തലയുയർത്തി. അവളുടെ കണ്ണുകൾ അവനെ നോക്കി. അപ്പോഴേക്കും വിരാജ് അവളെ പ്രണയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ നാവിനൊരു വാക്കുപോലും പുറത്തു വന്നില്ല. ചില വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ വാക്കുകളുടെ ആവശ്യമില്ല ജാനു. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഞാൻ നിന്നെ മാരേജ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും? വിരാജ് കുസൃതിയോടെ പുരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പോഴേ കല്യാണം കഴിക്കണം എന്ന് ഞാൻ പറയും. അവളുടെ കണ്ണുകൾ ആനന്ദ കണ്ണീർ നിറഞ്ഞിരുന്നു. അത് കേട്ടതും അവൻ അവളെ തൻ്റെ അടുത്തേക്ക് വലിച്ചെടുപ്പിച്ചു നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. അവളുടെ തല അവൻ്റെ നെഞ്ചിൽ ചായുന്ന വിധത്തിൽ.